ഇന്നൊരു ഫുൾ ചിക്കനാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 1.5 കിലോ തൂക്കമുള്ള ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് വെച്ചിരിക്കുകയായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസ്, ഒലിവ് ഓയിൽ, അല്പം റോസ്മേരി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കനിൽ നന്നായി മസാല പിടിക്കാനായി നമുക്കല്പം വരഞ്ഞു കൊടുക്കാം. വരഞ്ഞെടുത്ത ചിക്കനിലേക്ക് മസാല തേച്ചു കൊടുക്കാം. നന്നായി എല്ലാ ഭാഗത്തും മസാല തേച്ചു കൊടുക്കണം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനെ 2 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി എണ്ണ തേച്ചെടുത്ത ഈ ട്രേയിലേക്ക് നമുക്ക് ഈ ചിക്കൻ മാറ്റിവെക്കാം. പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനാണ്. അതിലേക്ക് 250 ഡിഗ്രിയിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. ചിക്കനിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായി കടായിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 10 വെളുത്തുള്ളി മുഴുവനായി ഇട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. 2 പൊട്ടറ്റോ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഇവ കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഒരു സവാള, അല്പം ഉപ്പ്, ഇവ കൂടി ചേർത്ത് കൊടുക്കും. കൂടുതൽ സമയം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. 20 മിനിറ്റിന് ശേഷം അവൻ തുറന്ന് വെജിറ്റബിൾസും 4ആയി മുറിച്ചെടുത്ത 2 തക്കാളിയും ആദ്യം മൂപ്പിച്ചു വെച്ച വെളുത്തുള്ളിയും കൂടി ട്രേയിലേക്ക് ഇട്ട് ചിക്കൻ ഒന്ന് തിരിച്ചു വെച്ച് വീണ്ടും പെട്ടെന്ന് തന്നെ അവനിലേക്ക് വെക്കണം. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ചൂട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വേഗം തന്നെ ചെയ്യുന്നത്. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടി അവൻ തുറന്ന് ഈ ട്രേ വെളിയിലെടുത്ത് ഒന്നുകൂടി ചിക്കൻ തിരിച്ചു വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്നുകൂടി ഇളക്കി വീണ്ടും അവനിലേക്ക് വെക്കണം. ഇടയ്ക്ക് അല്പം ബട്ടർ തേച്ചു കൊടുക്കണം. വെറുതെ ഇട്ട് കൊടുത്താലും ഉരുകി ചിക്കനിലും വെജിറ്റബിൾസിലും നന്നായി പിടിച്ചോളും. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ അവനിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. വെജിറ്റബിൾസ് ഇട്ട് ഇതേപോലെ വേവിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.